عن المغيرة بن شعبة قال: أكلت ثوما فانتهيت إلى المصلى وقد سبقت بركعة، فلما دخلت المسجد وجد رسول الله صلى الله عليه وسلم ريح الثوم، فلما قضى صلاته قال: من أكل من هذه الشجرة فلا يقربنا حتى يذهب ريحها أو ريحه. فلما قضيت صلاتي جئت إلى رسول الله صلى الله عليه وسلم فقلت: يا رسول الله، والله لتعطيني يدك. فأعطاه يده. قال حميد: إذن ليجدنه سهلا قريبا. فأدخلت يده في كمي فوضعها على صدري فإذا أنا معصوب الصدر فقال. ഈ ഹദീസിന്റെ ഏകദേശ അർത്ഥം താഴെ കൊടുക്കുന്നു. മുഗീറത്ത് ബിൻ ശുബ പറയുന്നു, ഞാൻ വെളുത്തുള്ളി കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴേക്കും ഒരു റക്അത്ത് നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ നബി വെളുത്തുള്ളിയുടെ മണം തിരിച്ചറിഞ്ഞു. അവിടുന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു: ഈ ചെടി വെളുത്തുള്ളി കഴിച്ചവർ അതിന്റെ ഗന്ധം മാറുന്നതുവരെ നമ്മുടെ അടുത്തേക്ക് വരരുത്. ഞാൻ നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം നബി സായുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു: അല്ലാഹുവാണേ, താങ്കളുടെ കൈ എനിക്ക് തരണം. നബിയുറാൻ ശേഷം ഇറാൻചലി തന്റെ കൈ കൊടുത്തു. ഹുമൈദ് പറയുന്നു, അതായത് അത് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ കൈ എന്റെ കുപ്പായ കൈക്കുള്ളിലൂടെ നെഞ്ചിൽ വെച്ചു. അപ്പോൾ എന്റെ നെഞ്ചിൽ ഒരു കെട്ടുണ്ട്. നബിയുറാൻ ശേഷം പറഞ്ഞു: തീർച്ചയായും നിങ്ങൾക്ക് ന്യായം പറയാനുണ്ട്. അഥവാ വയറുവേദന പോലുള്ള അസുഖം കാരണം വെളുത്തുള്ളി കഴിച്ചതായിരുന്നു മുഗീറത്ത് എന്ന് നബി മനസ്സിലാക്കി. ഇതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, വെളുത്തുള്ളി, ഉള്ളി പോലുള്ള ദുർഗന്ധമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചവർ പള്ളിയിലേക്ക് വരുന്നത് നബി നിരുത്സാഹപ്പെടുത്തി. പള്ളിയിൽ വരുന്നവർ ദുർഗന്ധമില്ലാത്തവരായിരിക്കണമെന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 2, മുഗീറത്ത് നെഞ്ചിൽ കെട്ടുള്ളതിനാൽ ഒരുപക്ഷെ അസുഖം കാരണം വെളുത്തുള്ളി കഴിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ നബി പള്ളിയിലേക്കൽ അബുൽ കബാർ അദ്ദേഹത്തിന് പ്രത്യേക ഇളവ് നൽകുകയും ന്യായം അംഗീകരിക്കുകയും ചെയ്തു. ഒരാളുടെ സാഹചര്യം മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ഇത് കാണിക്കുന്നു.